This news is brought to you by ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ചെറുപുഴ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ ദേശീയ പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ATV രാജേഷ് സ്വാഗതം ആശംസിച്ചു. ജോൺസൺ സി പടിഞ്ഞാത്ത്, അബ്ദുൾ നിസാർ, ബിന്ദു ജേക്കബ്, മുഹമ്മദ് കുഞ്ഞി, അനിൽ സാബു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. MTP ഷാദുലി നന്ദി രേഖപ്പെടുത്തി. ആഘോഷ പരിപാടികളുടെ ഭാഗമായി പായസ വിതരണവും നടന്നു. ഏതാണ്ട് ഒരു 150 വർഷങ്ങൾക്ക് അപ്പുറം ജനിച്ചവരും ആ കാലഘട്ടങ്ങളിൽ ആ സമരത്തെ നയിച്ചിരുന്നവരായ ഒരു ജനതയെക്കുറിച്ചും നമുക്ക് ഈ രാജ്യത്തുണ്ടായിരുന്ന സൗകര്യങ്ങളും അതിനുശേഷമുള്ള വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സൗഭാഗ്യങ്ങളും ഒക്കെ ഒരു 80 വർഷങ്ങൾക്കപ്പുറം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നിരുന്നാലും ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട് അന്നുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് നേതാക്കൾക്കും ഉണ്ടായി. അവരുടെ സങ്കല്പം തന്നെ സ്വതന്ത്രമായ ഒരു ഇന്ത്യ നമുക്കുണ്ടാകണം എന്നുള്ളതായി. ആ സ്വതന്ത്രമായ ഇന്ത്യയെ സംബന്ധിച്ച് ഒരുപക്ഷെ ഇന്ന് കാണുന്ന തരത്തിലുള്ള ഒരു പശ്ചാത്തലമായിരിക്കില്ല അവരന്ന് സ്വപ്നം കണ്ടിട്ടുണ്ടാകുക. സാമ്പത്തിക ശക്തിയിൽ ഈ രാജ്യം 3ാം സ്ഥാനത്തോ 4ാം സ്ഥാനത്തോ ഈ 80-79 വർഷങ്ങൾ കൊണ്ട് എത്തുമെന്നോ എന്നുള്ള ആരും വിചാരിച്ചിട്ടുണ്ടാകും. അങ്ങനെ എത്തുവാനുള്ള ഒരു സാഹചര്യം അന്നത്തെ കാലം പിന്നോട്ട് പോയി. പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ രാജ്യത്തെ മാറി മാറി വന്ന ഓരോ സർക്കാരുകളും, അത് പ്രാദേശിക സംസ്ഥാന സർക്കാരായിക്കോട്ടെ ദേശീയ സർക്കാരായിക്കോട്ടെ, ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നത് ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുക എന്നുള്ളത്. ആ ലക്ഷ്യബോധത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികളെയും പ്രവർത്തകരെയും ഇന്ത്യൻ ജനതയെയും എത്തിച്ച് വിദേശ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ബുദ്ധിമുട്ടുകളും അതിനുശേഷമുള്ള സ്വാതന്ത്ര്യ സമരത്തിന്റെ ആ ഒരു ജനതയുടെ പിൻഗാമികളാണ് ഇന്ന് ലോകത്തിലെ തന്നെ ഒരു വൻ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ രാജ്യത്ത് ജീവിക്കുവാൻ നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതൊരു മഹാസൗഭാഗ്യമാണ്. ഈ സ്വാതന്ത്ര്യവും ഈ രാജ്യവും നമുക്കൊരു വലിയ വരാനിരിക്കുന്ന തലമുറയ്ക്കും മാറുകയാണ്. ഇത് തന്നെയായിരിക്കാം ഒരുപക്ഷെ പൂർവികന്മാർ സ്വപ്നം കണ്ടിരുന്ന രാജ്യം. ഇത്രയേറെ സമ്പൽ സമൃദ്ധിയിലേക്ക് രാജ്യം വളരുമെന്ന് അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇവിടെയാണ് ഒരുപക്ഷെ രാജ്യത്തിന്റെ അതിർത്തി കടക്കുന്ന ജവാന്മാരെ പോലെ, ഈ രാജ്യത്തിന്റെ അഭിമാനമായ സൈനികരെ പോലെ ഈ രാജ്യത്തിന് വേണ്ടി ജീവിതം ഇവിടെ ഈ രാജ്യത്തിന്റെ ഓരോ ചെറിയ കോണിലും വ്യാപാരം എന്ന തൊഴിലിലൂടെ ഈ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത അനുദിനം ഉയർത്തിക്കൊണ്ടുവരുന്ന കോടിക്കണക്കിന് ജനങ്ങളുള്ള ഒരു വലിയ വിഭാഗമാണ് വ്യാപാരികളും വ്യവസായികളും. പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ 79 വർഷങ്ങൾ പിന്നിട്ട് 80ാം സ്വാതന്ത്ര്യദിനം ആചരിക്കുകയാണ്, അല്ലെങ്കിൽ ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, രാജ്യം വർഷങ്ങൾ മുന്നോട്ട് പോയി നടത്തിയ അക്രമമില്ലാത്ത ഒരു നീണ്ട സമരത്തിന്റെ ഫലമായിട്ടാണ് നമുക്കറിയാം നമ്മൾ ബ്രിട്ടീഷ് ആധിപത്യം രാജ്യത്ത് നിന്ന് ഒഴിഞ്ഞുപോയത്. അത് നമ്മളൊക്കെ ചിന്തിക്കും പോലെ ഒരു അക്രമത്തിലൂന്നി അല്ലെങ്കിൽ ഒരു ശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ന് രാജ്യത്ത് ലോകത്ത് നടക്കും പോലെ ഓരോ രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം പോലെ ഏറ്റുമുട്ടലിന്റെ പാതയില്ലാതെ മാനസികമായിട്ട് അവരെ ക്രീഡകളെ പരിശോധിക്കണമെന്ന് പ്രാർത്ഥിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു വലിയ ജനാധിപത്യ സംവിധാനമായിട്ട് നമ്മുടെ രാജ്യം രൂപീകരിച്ചിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഏതൊരു സമൂഹത്തിലും അവിടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അവിടുത്തെ വ്യാപാരികളാണ്, വ്യാപാര ശക്തിയാണ്. നമ്മളൊക്കെ സ്കൂളുകളിൽ പഠിച്ചു, സാമൂഹ്യ ശാസ്ത്രത്തിൽ പഠിച്ചു. ഓരോ സംസ്കൃതി ഉടലെടുക്കുന്നത് കൃഷി, വാണിജ്യം, 2 ഘടകങ്ങളാണ് സ്കൂളിൽ പഠിച്ചിട്ടുള്ളത്. ചികിത്സയിൽ നിന്ന് കാസർഗോഡ് താമയും അവിടുത്തെ രാജ്യം അവിടെ മുന്നോട്ട് പോയി കുറേ ദിവസങ്ങളിൽ അത്രമാത്രം വകുപ്പാണ് നമുക്കറിയാം. നമ്മള് വലിയ വിദ്യാഭ്യാസ യോഗ്യതയോ ഒന്നും ഇല്ലാത്ത ആളുകളാണ് ഇതിനകത്തേക്ക് കടന്നു വരുന്നത്. ഏത് മേഖലയ്ക്കും രോഗികളെ പരിശോധിക്കണമെങ്കിൽ ഡോക്ടറാണ്, അല്ലെങ്കിൽ രോഗികൾ പരിശോധിക്കണമെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അതുപോലെ കൂടുതലായി ഇവിടെ ഒന്നും സംസാരിക്കുന്നില്ല.
ഭാരത മക്കൾ കാത്തിരുന്നൊരു ദിവസം 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമാണ്. വീരനേതാക്കളുടെ സ്വപ്നം സാക്ഷാത്കൃതമാകുകയും ഒരുമിച്ച് പോയാൽ രാജ്യം അവിടെ പിന്നോട്ട് പോയി. നമ്മുടെ രാജ്യത്തിന്റെ മഹിമ ഗാന്ധിജി പറഞ്ഞതുപോലെ ഒരു പൂന്തോട്ടത്തിനും സൗരഭ്യമായി ഹിന്ദുവിനും ക്രിസ്തുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമാനും പാർസിക്കും ജൈനമതക്കാരനും ബുദ്ധമതക്കാരനും സിഖുകാരനും മതമില്ലാത്തവരും മതമുള്ളവരും തൊള്ളോടത്തോളം പോകുന്ന സൗഹൃദത്തിന്റെ വലിയ കവചം ലോകം അംഗീകരിച്ചു. ലോകം എന്നും ആഗ്രഹിച്ചിട്ടുള്ള ഒരു രാഷ്ട്രം അത് ഇന്ത്യ തന്നെയായിരുന്നു. വിജയ പതാക കൈകളിലെത്തിയ വിജയദിനം, നാടിനു വേണ്ടി പ്രാണൻ നൽകിയ ധീരന്മാരുടെ സ്മരണ ദിനം, സത്യം സമത്വം ഒരുമ വളർത്തിയ ദേശവികാര സ്നേഹദിനം. ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിയുടെ ഒരു ഓണക്കാലം കൂടി വരവായി ഏവർക്കും ഗൃഹലക്ഷ്മിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വെറുമൊരോണമല്ല, നമ്മൾ കാത്തിരുന്ന സർപ്രൈസുകളുടെ ഉത്സവമാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസിൽ ഓണം മെഗാ ഓഫറുകൾ ലൈവ്. 20 മുതൽ 50% വരെ വമ്പിച്ച വിലക്കിഴിവ്. മിക്സി, സ്റ്റൗ, കുക്കർ, ഓവൻ, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്, സെറാമിക്, ഗിഫ്റ്റ് ഐറ്റംസ്, എക്സ്ട്രാ ബ്രാസ് ഐറ്റംസ്, അങ്ങനെ വീട്ടിലെ ഓരോ ആവശ്യത്തിനും ഇനി മറ്റെവിടെയും പോകേണ്ട. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ, മികച്ച വിലക്കുറവ്, ഒപ്പം ആകർഷകമായ എക്സ്ചേഞ്ച് ഓഫറുകളും. വേഗം പോരൂ. ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ചെറുപുഴ. ഈ ഓണത്തിന് ഗൃഹലക്ഷ്മിയിലേക്ക് സ്വാഗതം.